ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം നൽകാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായല്ലോ എന്നും കോടതി ചോദിച്ചു. എസ് നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി. നന്ദഗോപൻ, കൊലക്കുറ്റം ചെയ്തിട്ടില്ല എന്നുകൂടിയാണ് ഈ ജാമ്യാപേക്ഷയിൽ പ്രതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്താണ് ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കിയത്? ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. പ്രതിയുടെ മനോനിലയ്ക്ക് പ്രശ്നമില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. സംഭവത്തിൽ 100-ലധികം ദുഷ്കക്ഷികളുണ്ടെന്ന് വന്ദനയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരുന്നു. ചെയ്ത കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അറിയുമോ എന്നാണ് സുപ്രീം കോടതി പ്രതിഭാഗത്തോട് ചോദിച്ചത്. സാക്ഷി വിസ്താരം പൂർത്തിയായ ശേഷം ഹൈക്കോടതിയിൽ പുതിയ ജാമ്യാപേക്ഷ നൽകാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിചാരണ വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കണമെന്ന സന്ദീപിന്റെ അഭിഭാഷകന്റെ ആവശ്യവും സുപ്രീം കോടതി തള്ളി. കഴിഞ്ഞ വർഷം മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ വൈദ്യപരിശോധനയ്ക്കെത്തിയ പ്രതി സന്ദീപ് കൊലപ്പെടുത്തിയത്. നേരത്തെ ഇതേ സമാനമായ, അതായത് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ഈ വന്ദനാദാസ് കൊലക്കേസിലെ പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്ന് സുപ്രീം കോടതി സർക്കാരിനോട് ഇയാളുടെ മാനസിക നില സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ വീണ്ടും കേട്ടത്. അതിനുശേഷമാണ് ഇയാളുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്.